വെൽക്കം ടു ദ ഡിബേറ്റ്. വടകരയിലെ വർഗീയ രാഷ്ട്രീയ പ്രചരണ മുറിവുണക്കാൻ ഒറ്റതിരിഞ്ഞ വിശദീകരണ യോഗങ്ങൾക്കാവില്ല എന്ന തിരിച്ചറിവിലാണ് സർവകക്ഷി യോഗം വേണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് ഉയർത്തിയത്. ലീഗിന്റെ താൽപര്യത്തിന് പച്ചക്കുടി കാട്ടി CPIM. പരസ്പരം പഴിക്കാതെ വടകരയുടെ മുറിവ് കെട്ടാൻ കോൺഗ്രസും വരില്ലേ? ചോദ്യമിതാണ്, മുറിവുണക്കേണ്ടേ? വടകരയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സർവകക്ഷി യോഗത്തിന് തയ്യാറാണ് എന്നാണ് CPIM ഇന്ന് പറഞ്ഞത്. മുസ്ലിം ലീഗുമായി ആശയവിനിമയം നടത്തിയെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇന്നലെ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണ് റിപ്പോർട്ടറിൽ സർവകക്ഷി യോഗം എന്ന ആവശ്യം ഉന്നയിച്ചത്. യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടതും CPM ഇപ്പോൾ അനുസരിച്ചിരിക്കുന്നതും ഇനിയും പൊട്ടാത്ത ബോംബുകൾ പൊട്ടാതിരിക്കാനാണ് എന്നാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMS സലാം ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. കേൾക്കാം. ഇലക്ഷനിൽ ഞങ്ങൾ വീറോടെ മത്സരിച്ചിട്ടുണ്ട്. ഒരു ഇലക്ഷൻ കൊണ്ട് ആ സമാധാന അന്തരീക്ഷം ഒരിക്കലും അവിടെ ഇല്ലാതാവരുത്. സമാധാന അന്തരീക്ഷം നിലനിർത്താനുള്ള ശ്രമം ഇലക്ഷൻ റിസൾട്ടിന്റെ മുമ്പ് അത് ചെയ്തിരിക്കണം. സമാധാന അന്തരീക്ഷം ഉണ്ടാക്കണം. ഇലക്ഷൻ റിസൾട്ട് എന്തായാലും അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് അതൊരു കലാപത്തിലേക്കും പ്രശ്നത്തിലേക്കും വർഗീയതയിലേക്കും പോകരുത്. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. പഴയ ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് സഹായകരമായ നിലപാടാണ് ഈ പുറമേ നിന്ന് വന്നിറങ്ങിയ കോൺഗ്രസ് ടീമും എല്ലാം എടുക്കുന്നത്. അത് ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. അങ്ങനെ കാണുമ്പോൾ അതിലേറ്റവും വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്ന പാർട്ടികളാണ് CPIM-ഉം ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗും. കലക്ടറോട് ഞങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഉത്തരവാദപ്പെട്ട ഭരണ കേന്ദ്രങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. കൗണ്ടിങ്ങിൻ്റെ മുമ്പ് അത് ഗൗരവത്തിലുള്ളൊരു മീറ്റിംഗ് ആയിരിക്കണം. അല്ലാതെ എല്ലാം കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിച്ച ആ നിലയിലല്ല. ഞങ്ങൾ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബും എല്ലാം ഞങ്ങളുമായിട്ടും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി ഞങ്ങളാണതിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കേണ്ട പാർട്ടികൾ. അവിടെ സർവകക്ഷി യോഗം വിളിച്ചാലും ഞങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞൂടെ? അത് പറയണമല്ലോ. അത് ഉത്തരവാദിത്തപ്പെട്ടവർ കേൾക്കണമല്ലോ. സർവകക്ഷി യോഗത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഭരണാധികാരികൾ വരും, മന്ത്രിമാർ വരും. അവരോട് ഞങ്ങൾക്ക് ഇതൊക്കെ പറയണ്ടേ? ഇതില്ലാതാക്കണ്ടേ? ഇപ്പോൾ റിസൾട്ട് വരുന്ന ദിവസവും വടകര മണ്ഡലം ഒരു കൊളക്കളമായി മാറാൻ പാടില്ലല്ലോ. ഉണ്ടാക്കി വെച്ച ബോംബുകൾ അത് പ്രയോഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുതല്ലോ. നമുക്കൊപ്പം അതിഥികളായി കോൺഗ്രസ് പ്രതിനിധി വസന്ത് തെങ്ങുംപള്ളി, CPM പ്രതിനിധി V. വസീഫ്, DYFI നേതാവ് നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഞാൻ V. വസീഫിലേക്ക് പോകുന്നു. V. വസീഫ്, ഇപ്പോൾ PMS സലാം പറഞ്ഞത് ഏറ്റവും ഒടുവിൽ താങ്കൾ കേട്ട് കാണുമല്ലോ. V. വസീഫ്, ഇനിയും ബോംബുകൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് സർവകക്ഷി യോഗത്തിന് ലീഗ് തയ്യാറാകുന്നത് എന്നാണ്. അല്പസമയം മുമ്പ് UDF-ൻ്റേതായിട്ട് വന്ന പത്രക്കുറിപ്പിൽ പറയുന്നത് CPIM ഈ ബോംബാക്രമണത്തിന് പിന്നിലാണ്, പ്രധാന പ്രതി CPM ആണ് എന്നാണ്. സർവകക്ഷി യോഗം ബോംബുകൾ ഇനി പൊട്ടാതിരിക്കാൻ വേണ്ടിയാണെന്ന ലീഗിന്റെ പ്രതികരണത്തോടും പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തോടും വസീഫ് എങ്ങനെ പ്രതികരിക്കും? ഈ പ്രതിപക്ഷ നേതാവും ഇപ്പോ മുസ്ലിം ലീഗിന്റെ ഈ നേതാവും ഇവരുടെ രണ്ടുപേരുടെയും ഈ അടുത്ത കാലത്ത് വരുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഒരു ഗൗരവവും ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റും ഇവരുടെ ഭാഗത്തുനിന്ന് വരാറില്ല. ഒരു ഗൗരവവും ഇല്ലാതെ നമ്മുടെ നാടിനകത്ത് എന്തും വിളിച്ചു പറയുന്ന ഒരു ആളുകളായിട്ടാണ് ഈ പ്രതിപക്ഷ നേതാവിനെയും അതേപോലെ തന്നെ ഈ PMS സലാമിനെയും ആളുകൾ കാണുന്നത്. നിങ്ങൾ എടുത്തു അവരുടെ സംഘടനക്കകത്ത് തന്നെ ഇവരെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താ എന്നുള്ളതൊക്കെ എന്നെക്കാളും അരുൺകുമാറും മറ്റുമൊക്കെ അറിയുമായിരിക്കും. അവരുടെ ഓരോ നിലപാടുകൾ, ഓരോ സമയത്തുണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങൾ. ഇപ്പോ PMS സലാമിനെതിരെ സത്യത്തിൽ കേസെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അവരെവിടെയോ ബോംബ് കുഴിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ബോംബ് പൊട്ടിക്കാതിരിക്കണമെങ്കിൽ സർവകക്ഷി യോഗം വിളിക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വടകരക്കകത്തായാലും കേരളത്തിനകത്തായാലും ഇന്ത്യയിൽ എവിടെയായാലും വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. മനുഷ്യരെ തമ്മിൽ ശ്രീ P. മോഹനൻ പറയുന്നു. പക്ഷേ അതിന് തൊട്ടു മുൻപ് നമ്മൾ ഹരിഹരന്റെ പ്രസംഗത്തെ തുടർന്ന് ഹരിഹരന്റെ വീടിന്റെ മുറ്റത്തേക്ക്, എനിക്ക് തോന്നുന്നത് ഗേറ്റിന്റെ പരിസരത്താണ്, ഒരു സ്ഫോടക വസ്തു വീഴുന്നു. ആ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് DYFI CPM എന്ന് രേഖപ്പെടുത്തി FIR ഇടുന്നു. സർവകക്ഷി യോഗത്തിന് ഇതൊക്കെ അനുകൂലമായ ഘടകങ്ങളാണോ V. വസീഫ്? അത് ഇന്നലെ നടന്നു എന്ന് പറയപ്പെടുന്ന ഈ പടക്കം പൊട്ടിയത് അത് സ്വാഭാവികമായിട്ടും ഈ ഹരിഹരനും സംഘവും ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പൊട്ടലാണ്. അവർക്ക് ഒരു താല്പര്യമുണ്ടാകുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പൊട്ടലാണ്. ആ പടക്കം പൊട്ടിയതോടുകൂടി ഞാൻ അറിഞ്ഞത്
ചാനലിലെ തന്നെ ഈ റിപ്പോർട്ടർമാരായ പലരും പറഞ്ഞു, പടക്കം പൊട്ടിയതിനു ശേഷം ഹരിഹരന്റെയും അതുപോലെ തന്നെ ഹരിഹരന്റെ കൂടെ നിൽക്കുന്നവരുടെയും ഒക്കെ ഫോൺ വിളിച്ചപ്പോ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. അതായത് അവർക്ക് വാ തുറക്കാനായി എന്നുള്ളതാണ്. അപ്പൊ ഒരു പടക്കം പൊട്ടേണ്ടി വന്നു കേരളത്തിലെ ചില UDF നേതാക്കന്മാർക്ക് വാ തുറക്കാൻ എന്നുള്ളതാണ് അതിന്റെ മലയാളം. അതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്നുള്ളതാ ചോദ്യം. പിന്നെ FIR ഇടുക എന്നുള്ളത് പരാതി കൊടുക്കുന്നതിനനുസരിച്ച് ഒരു പ്രാഥമിക അടിസ്ഥാനത്തിൽ അവർ FIR ഇടും. അവർ ഇനിയിപ്പോ ആരുടെയെങ്കിലും പേര് കൊടുത്ത് പരാതി കൊടുത്തിട്ട് അത് FIR ഇട്ടിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഈ കേരളത്തിലെ ചർച്ച? അല്ല, ഈ ഹരിഹരനോട് വിയോജിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയിലെ ഏതെങ്കിലും പ്രവർത്തകർ ഈ വിഷുവിന് വെച്ചിരുന്ന പടക്കമെടുത്തിട്ടുണ്ടോ വി വസീഫ്? അല്ല, അതെനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല. കാരണം അത് ചെയ്തിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് വളരെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹരിഹരൻ ഉൾപ്പെടെയുള്ള ഈ ഗൂഢസംഘത്തിന് സഹായകരമാകുന്ന ഒരു നിലപാടാണ് ആര് ചെയ്താലും. ഞാനൊരു നിമിഷം തിരിച്ചു വരാം. വസന്ത് തെങ്ങുംപള്ളി കൂടിയുണ്ട്. വസന്ത് തെങ്ങുംപള്ളി, ഇപ്പോൾ PMA സലാം പറഞ്ഞ പ്രകാരം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോംബുകൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ ലീഗ് തയ്യാറായത് എന്നാണ്. ആര് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോംബിനെ കുറിച്ചാണ് PMA സലാം പറയുന്നത്? അല്ല, എന്താണ് അരുൺകുമാർ അതിൽ സംശയമുള്ളത്? നോക്കൂ, വസീഫ് പറഞ്ഞത് ഇതിനു മുമ്പ് ഇന്ന് ഉച്ചയോടുകൂടി വസീഫിന്റെ പ്രതികരണം വന്നത് എന്താണ്? പടക്കം പൊട്ടിക്കാൻ ഞങ്ങളുടെ ആവശ്യമില്ല. അതായത് വസീഫ് തന്നെ അഡ്മിറ്റ് ചെയ്യാണ്, ഇവർ പടക്കം പൊട്ടിക്കുന്നവരല്ല, മറിച്ച് ഇവർ ബോംബ് പൊട്ടിക്കുന്നവരാണ് എന്ന്. പടക്കം പൊട്ടിക്കാൻ യൂത്ത് കോൺഗ്രസ്സുകാരുടെ കാര്യം മതിയല്ലോ, പടക്കം പൊട്ടിക്കാൻ അവിടെ കോൺഗ്രസ്സുകാർ മതിയല്ലോ എന്ന് ഉച്ചതൊട്ട് വസീഫ് ഇങ്ങനെ റിപ്പീറ്റ്ലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അതായത് പടക്കം പൊട്ടിക്കാൻ യൂത്ത് കോൺഗ്രസ്സുകാർ മതി, പക്ഷെ ബോംബ് പൊട്ടിക്കണമെങ്കിൽ അവിടെ DYFI വേണം. ഇന്നലെ പൊട്ടിയത് ബോംബ് തന്നെയാണ് എന്നതിൽ സംശയമൊന്നും വേണ്ട. നിങ്ങളുടെ പോലീസ്, ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന പോലീസാണ് അവിടെ FIR ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പിണറായി വിജയനോട് അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ചോദിച്ചാൽ മതി അത് പടക്കമാണോ, എലിവാണമാണോ, അതോ ബോംബാണോ എന്നുള്ളത്. രണ്ടാമത് വസീഫ് ഈ ചർച്ചയിൽ തന്നെ പറയാണ് ഈ ബോംബ് പൊട്ടേണ്ടി വന്നു. വസീഫിന്റെ ഭാഷയിലുള്ള പടക്കം പൊട്ടേണ്ടി വന്നു. ആർക്ക് പ്രതികരിക്കാൻ? ഹരിഹരന് പ്രതികരിക്കാനെന്ന്. ഹരിഹരൻ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്ന് അത് വാർത്താ മാധ്യമങ്ങളിൽ വന്നതിനൊപ്പം തന്നെ വളരെ കൃത്യമായി ആ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ്. നിയമസഭയ്ക്കുള്ളിലിരുന്ന് MM മണി ആസ്ഥാന വിധവയെന്ന് നിങ്ങളുടെ മുൻ SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിരുന്ന ഒരാളുടെ ഭാര്യയെ പറ്റി വിവരക്കേട് വിളിച്ചു പറഞ്ഞപ്പോ അതോ നിയമസഭയിലുള്ള പിണറായി വിജയന്റെ നാക്കവിടെ വസന്ത്, നിയമസഭയിൽ MM മണി ആസ്ഥാന വിധവയെന്നൊന്നും പറഞ്ഞിട്ടില്ല. പകരം വിധവയായത് അവരുടെ വിധി എന്നതാണ് പറഞ്ഞത്. അത് പിന്നീട് ഷംസീർ ഇടപെട്ട് MM മണി തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. വസന്ത്, അല്ലല്ല, ഷംസീർ അല്ലല്ലോ ഇടപെടേണ്ടത്. ഷംസീർ അവിടെ കക്ഷി നേതാവ് ആരാ? ശ്രീ അരുൺ, കക്ഷി നേതാവ് ആരാ? അല്ല വസന്ത് ഒരു നിമിഷം വസീഫ്, ഒരു നിമിഷം ആരെയാണ് ഈ ചർച്ചയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തേലും വിളിച്ചു പറയുന്ന ആളുകൾ. ഒരു നിമിഷം വസീഫെ, ഒരു നിമിഷം. വസന്ത് തെങ്ങുംപള്ളി വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. ആ ചർച്ചയുടെ ഭാഗമായി ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഇന്നലെ ഹരിഹരൻ മാപ്പ് പറഞ്ഞു. ഹരിഹരൻ ഇന്നലെ എൻ്റെ ചർച്ചയിലാണ് ശൈലജ ടീച്ചറിനോടും മഞ്ജു വാര്യരോടും മാപ്പ് പറഞ്ഞത്. അത് രാഷ്ട്രീയമായ ശരികേടായിരുന്നുവെന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഹരിഹരന്റെ വഷളത്തരം നിറഞ്ഞ പ്രസംഗത്തിന് കൈയടിച്ച ഒരൊറ്റ നേതാവും ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല. ആ കൈയടിച്ചവരാരാണെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അവർക്കെതിരെ നടപടിയുണ്ടോ? അല്ല ശ്രീ അരുൺകുമാർ, സംസ്ഥാനത്തെ UDF നേതൃത്വം, പ്രത്യേകിച്ച് പാർട്ടിയുടെ CLP ലീഡർ അടക്കമുള്ളവർ അതിനെ തള്ളി പാർട്ടിയുടെ നിലപാട് പക്ഷെ ആ നേതൃത്വം ഇന്നലെ ഇത് കേട്ട് കുലുങ്ങിച്ചിരിക്കുകയായിരുന്നില്ലേ വസന്തേ? ഈ പ്രസംഗം, ഈ അശ്ലീലം നിറഞ്ഞ പ്രസംഗം കേട്ട് കുലുങ്ങിച്ചിരിക്കുന്നതിന്റെ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അതിൽ കൈയടിക്കുന്നവരുടെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. എന്തായാലും അത് UDFന്റെ വിശദീകരണ യോഗത്തിൽ LDFന്റെ പ്രവർത്തകരുണ്ടാവാൻ സാധ്യതയില്ലല്ലോ വസന്തേ. അങ്ങനെ കൈയടിച്ച് ചിരിച്ച അശ്ലീല പ്രസംഗത്തെ പ്രോത്സാഹിപ്പിച്ച ഒരൊറ്റ നേതാവും മാപ്പ് പറഞ്ഞിട്ടില്ല കേരളത്തോട്. ശ്രീ അരുൺ വളരെ കൃത്യമാണ്. ഈ പാർട്ടിയുടെ CLP ലീഡറും UDFന്റെ ചെയർമാനും അടക്കമുള്ളവർ ആ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഏതെങ്കിലും പ്രവർത്തകർ ചിലപ്പോൾ ചിരിച്ചിട്ടുണ്ടാവും. അവർ സ്വമേധയാ അത് പരിശോധിക്കട്ടെ. ഞങ്ങളുടെ നിലപാട് അത് തീർത്തും അപലപനീയമാണ് എന്നതാണ്. രണ്ടാമതായി, ഞങ്ങൾ ആരും വന്ന് അത് നാടൻ പ്രയോഗമാണെന്നും VS അച്യുതാനന്ദനെ പോലെ പ്രായമായ ഒരാളുടെ വിടുവായത്തമാണെന്നും പറഞ്ഞ് ക്യാപ്സ്യൂളുകൾ ഇറക്കിയിട്ടില്ലല്ലോ. ഇടുക്കി മേഖലയിൽ മാത്രം കേട്ടുവരുന്ന ഒരു പ്രത്യേക ഭാഷാ ശൈലിയാണത്. വടകരയിലൂടെ കടന്നു വരുന്ന ഒരു കാറ്റിന്റെ പ്രത്യേകത കൊണ്ടാണ് ഹരിഹരൻ അങ്ങനെ പറഞ്ഞതെന്നുള്ള ക്യാപ്സ്യൂളുമായി ഞങ്ങളുടെ നേതാക്കൾ ആരെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ ഒരു യൂണിറ്റ് കമ്മിറ്റി അംഗമെങ്കിലും വന്നോ? അപ്പൊ ആ പണി ഞങ്ങൾ ചെയ്യാറില്ല. പക്ഷേ വസന്ത് തെങ്ങുംപള്ളി, നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നയാളാണ് നിപ്പ കള്ളി, കോവിഡ് കള്ളി, നിപ്പ റാണി എന്ന പദപ്രയോഗങ്ങളൊക്കെ നടത്തിയത്. അല്ലല്ല, അപ്പൊ ഒരു ഡസൻ പറയണോ? തീർത്തും വംശീയമായ, തീർത്തും ജാതീയമായ അധിക്ഷേപം നടത്തിയ വസീഫിന്റെ തന്നെ DYFയുടെ എത്ര നേതാക്കളുണ്ട്? MG യൂണിവേഴ്സിറ്റി കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് SFIയുടെ നേതാവ് പെലച്ചി, നിനക്ക്
ഡാഷ് ഇല്ലാത്ത കുട്ടിയെ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇതൊന്നും വലിച്ചെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. വളരെ കൃത്യമാണ് പാർട്ടിയുടെ നിലപാട് ഈ വിഷയത്തിൽ. അവിടെ സമാധാനം ഉണ്ടാകണം എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ സമാധാന കേടുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവർ ആരാണ് എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് UDF-ഓ LDF-ഓ BJP-യോ അല്ല. അതിന് ഉത്തരം പറയേണ്ടത് വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന പോലീസാണ്. ആ പോലീസ് ഉത്തരം പറഞ്ഞാൽ മതി. മറുപടി ഈ ഹരിഹരന്റെ പ്രസംഗമാണെങ്കിലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വമൊന്നും UDF ഏറ്റെടുക്കേണ്ടതില്ല. അത് തള്ളിപ്പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ വിഷയം അവിടെ വെച്ച് അവസാനിപ്പിച്ചതാണ്. പടക്കമെറിയാൻ വേണ്ടി ഈ DYFIയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ബോംബ് എറിയാനാണോ നിങ്ങളുടെ ആവശ്യമുള്ളത് എന്നാണ് വസന്ത് തെങ്ങുംപള്ളി ചോദിക്കുന്നത്. ഈ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആളുകളെയാണ് ഇവരൊക്കെ പറഞ്ഞു വിടുന്നത്. ഇപ്പൊ ഇവർ പറയുന്ന SFI നേതാവ് എന്ത് പറഞ്ഞു എന്നാ? ആരെങ്കിലും പരാതി കൊടുക്കുമ്പോ എന്നെ ഇങ്ങനെ വിളിച്ചു, എന്നെ തെറി വിളിച്ചു, അങ്ങനെ ഇപ്പൊ ആർക്കും എന്തും എഴുതി പിടിപ്പിച്ചൂടെ? അല്ലാതെ നിങ്ങൾ ഈ മൈക്കിന് മുമ്പിൽ വന്നിട്ടാണോ ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും തെളിവുണ്ടോ? ആരുടെ എത്ര കാലമായി ഇവര് SFI നേതാവിനെ കുറിച്ചൊക്കെ പറയുന്നത്? കേസ് തന്നെ ഇല്ലാതെ ബസ് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ആളുകൾ കയറിപ്പോരല്ലേ? പേരിന് മുമ്പിൽ അഡ്വക്കേറ്റ് നിന്ന് ഉണ്ടായാൽ മാത്രം പോരാ, അല്പം വകതിരി വേണം, അല്പം വകതിരി വേണം. ആ കേസ് തന്നെ അവസാനിപ്പിച്ചതാ. നിങ്ങൾ എന്നിട്ട് കുറെ കാലമായി പറയാം നിങ്ങളുടെ ശോഭിൻ തോമസ് അരുണേ ഇങ്ങനെ എന്തെങ്കിലും ഒരു നിമിഷം വസീഫ് ഒന്ന് പറഞ്ഞു തീർക്കട്ടെ, അതിനുശേഷം ഞാൻ വസന്തിലേക്ക് വരാം. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ചർച്ചയിലുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് വസീഫ് യാത്രയിലുമാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ടെലിഫോൺ ലൈനിലും ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. നമ്മുടെ വസീഫ് പറഞ്ഞു തീർക്കട്ടെ, ഞാൻ താങ്കൾക്ക് സമയം തരാം. വസീഫ് തുടർന്നോളൂ. ഇങ്ങനെ ഇവരെല്ലാ ചർച്ചയിലും വന്നിട്ട് ഇങ്ങനെ SFI നേതാവ് ഒരു ഗൗരവം വേണ്ട, ഇവർക്കൊക്കെ ഒരു നിലവാരം വേണ്ടേ? എന്തും വിളിച്ചു പറയാം. ഇവർ കിട്ടിപ്പോയി ഒരു അവസരം എന്നുള്ള നിലക്ക് ആരോ കൊടുത്ത ഒരു പരാതി, ആ പരാതിയിൽ എഴുതി ചേർത്ത വാചകങ്ങൾ, അങ്ങനെ ഓരോ പരാതിയിലെയും FIR-ലെയും വാചകങ്ങളൊക്കെ എടുത്ത് ഉദ്ധരിക്കുകയാണെങ്കിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട്? പഴയകാല കേസുകളുടെ അനുഭവങ്ങൾ നിങ്ങൾ എടുത്തു നോക്ക്. ഇനി അതൊന്നും വേണ്ട. നിങ്ങളുടെ തന്നെ നേതാവുണ്ടല്ലോ ഉണ്ണിത്താൻ, K മുരളീധരനെ വിളിച്ചത് എന്തൊക്കെയായിരുന്നു? ഈ ഉണ്ണിത്താൻ തന്നെ പത്മജയെ കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാ? ഇതൊക്കെ കേരളത്തിലുള്ളതല്ലേ? നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാ. യൂത്തും KSU ഒന്നും അല്ല, മുതിർന്ന നേതാക്കന്മാരാ. അവരൊക്കെ വിളിച്ചത് എന്തൊക്കെയായിരുന്നു? അതേ K മുരളീധരൻ നിങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞ എന്റെ സംശയം, ഈ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരുപക്ഷവും നിലയുറപ്പിക്കുമ്പോൾ ഒരു സർവകക്ഷി യോഗത്തിലൂടെ വടകരയിലൂടെ മുറിവുണങ്ങുന്നത് എങ്ങനെയാണ്? ആരാണതിന് തടസ്സമായി നിൽക്കുന്നത്? ഇപ്പോൾ എന്തായാലും ഹരിഹരന്റെ പ്രസംഗത്തിലൂടെ UDF-ന് അല്പം ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. UDF പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് ഹരിഹരൻ ആ പ്രസംഗത്തെ കൊണ്ടുപോയി. അതോടുകൂടി ദിശ തെറ്റിപ്പോയിരിക്കുന്നു. അവിടെ UDF പ്രതിരോധത്തിലാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഈ വിഷയത്തിൽ ഇനിയൊരു സർവകക്ഷി യോഗം വേണമെന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി കൂടി ലീഗ് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി കോൺഗ്രസ് ഒരു അനുകൂല നിലപാടെടുത്താൽ പ്രശ്നം അവസാനിക്കുകയാണ്. പക്ഷെ അപ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ശരിയാണോ വസീഫ്? ഡോക്ടർ അരുൺ, ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഇപ്പോ ഈ യൂത്ത് കോൺഗ്രസിലും അതുപോലെ തന്നെ കോൺഗ്രസിലെ നയിക്കുന്ന ചിലരും കേരളത്തിൽ ഉടനീളം അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു അധോലോക മാഫിയ പ്രവർത്തനങ്ങൾക്ക് തുല്യമായ പ്രവർത്തനങ്ങളാണ്. അവരുടെ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോ തന്നെ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർമാർക്ക് തന്നെ നിരവധി ID കാർഡുകൾ കിട്ടി, വ്യാജ ID കാർഡുകൾ. അങ്ങനെ പോലും ചെയ്യാൻ മടിയില്ലാത്തവരായി ഇവര്. തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെ വളരെ കൃത്യമായി ഗൂഢാലോചന നടത്തി എന്തും ചെയ്യുന്നവരായി ഇന്ന് കേരളത്തിലെ ചില യൂത്ത് കോൺഗ്രസുകാരും മാറിയിട്ടുണ്ട്. അതിന്റെ നേതൃത്വമാണ് ഇന്നിപ്പോ കേരളത്തിലുള്ളത്. അതാണ് ഈ കോൺഗ്രസിന്റെ ഇന്നത്തെ ഈ ദുരവസ്ഥക്ക് കാരണം. അവരെ കുറിച്ച് കോൺഗ്രസിലെ തന്നെ ആളുകളുടെ അഭിപ്രായം വളരെ മോശമാണ്. ഇപ്പോ ഞാൻ പറഞ്ഞ ശോഭിൻ തോമസ്, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാ. ഏതെങ്കിലും നിങ്ങൾ ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ മുഖം കാണിക്കാതെ വരുന്ന ആളുകളല്ല. അദ്ദേഹം പച്ചക്ക് എഴുതിയതാണ്. ശൈലജ ടീച്ചറുടെ കഷണം കാണണം പോലും ഈ പഹേന്, ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന് കമന്റായി എഴുതിയതാ. അതിനാ കേസെടുത്തത്. മറുപടി വസന്ത്, ഇവരെ ആരും തള്ളിപ്പറയാൻ കോൺഗ്രസ് തയ്യാറാകാതെ സർവകക്ഷി യോഗത്തിന് കോൺഗ്രസ് എങ്ങനെ തലയുയർത്തി വരുമെന്നതാണ് DYFI ചോദിക്കുന്ന ചോദ്യം. അല്ല, ഞങ്ങൾ വളരെ കൃത്യമാണല്ലോ. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു നേതാവ്, ഒരു യൂണിറ്റ് കമ്മിറ്റി അംഗമെങ്കിലും അരുതായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും നാക്ക് പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് 3 തരം ഏറ്റു പറഞ്ഞവരാണ്. ഇനി അത് പറയാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. സംഘടനാപരമോ രാഷ്ട്രീയപരമോ നിയമപരമായി
ആരെയും സംരക്ഷിക്കാൻ UDF കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ പോകാനും പോകുന്നില്ല. അതെല്ലാം എല്ലാ കാലത്തും ചെയ്തിരിക്കുന്നത് DYFIയും SFIയും ഈ പറയുന്ന CPM-ഉമാണ് എന്ന് നമ്മുടെ മുമ്പിലുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞു, എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ SFI നേതാവ്, അതായത് എന്റെ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പേര് പറയാൻ താല്പര്യപ്പെടാതിരുന്നത്. ആ SFI നേതാവ് PM ആർഷമാണ് സാർ. അദ്ദേഹവുമായി പക്ഷേ ആ കേസ് സെറ്റിൽ ചെയ്തില്ലേ വസന്തേ? ആ കേസ് അവസാനിപ്പിച്ചില്ലേ? സെറ്റിലല്ല, കേസ് തീർന്നു. അല്ല, ആ കേസ് തീരുമെന്നേ. ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് വസീഫെ. നിങ്ങൾ CPM-ഉം CPI കൂടെ വസന്തിനെ കുറിച്ച് ഒരാളെ കൊണ്ട് പരാതി കൊടുത്താൽ വസന്ത് പറയാൻ പറ്റുമോ? ഒരു അടിസ്ഥാനം വേണ്ടേ? അല്പമെങ്കിലും ലെവല് വേണ്ടേ വർത്തമാനത്തിന്? അത് മിണ്ടായിരിക്കും. ഞാൻ വസീഫെ ഒരു നിമിഷം, വസന്ത് പറഞ്ഞു തീർക്കട്ടെ, അതിനുശേഷം വസീഫിലേക്ക് വരാം. വസന്ത് പറയൂ. നോക്കൂ, ആ കേസ് അവസാനിപ്പിച്ച കേസാണ്. അവസാനിപ്പിച്ച കേസ് എന്ന് പറഞ്ഞാൽ അതിൽ അങ്ങനെ ഒരു ആരോപണമുള്ളതായി തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ആ ഘട്ടത്തിൽ നമുക്ക് പിന്നീട് അതെടുത്ത് പ്രയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ ചരിത്രത്തിലേക്ക് പോയാൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. പക്ഷേ അതുപോലെയാണോ ഇന്നലെ ഹരിഹരൻ നടത്തിയ പ്രസംഗം? അത് നിങ്ങളുടെ വിശദീകരണ യോഗത്തെ തന്നെ പരാജയപ്പെടുത്തി. അത് ഇന്നലെ ചർച്ച ചെയ്ത വിഷയമാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, സർവകക്ഷി യോഗത്തിലേക്ക് കോൺഗ്രസ് ലീഗ് ഇപ്പോൾ താല്പര്യമെടുത്തിരിക്കുന്ന വിധത്തിൽ വരുമ്പോൾ നിങ്ങൾ നേരത്തെ പ്രചരിപ്പിച്ച വടകരയിലെ ആ അശ്ലീല വർഗീയമായിട്ടുള്ള പ്രചരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ ഇൻവേർട്ടഡ് കോമ നിങ്ങൾ പിൻവലിക്കേണ്ടി വരുമോ എന്നതാണ് എൻ്റെ ചോദ്യം. അതാണ് CPM ഉയർത്തുന്ന പ്രശ്നം. അല്ലല്ലോ, ഞങ്ങൾ പറയുന്നത് ആ വർഗീയവും അസഭ്യവുമായ പ്രചരണം നടത്തിയ CPM ആണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യൂണിറ്റ് കമ്മിറ്റി അംഗമെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമാണ്. അങ്ങ് പറഞ്ഞതുപോലെ വിത്തിൻ ദ കോമയിൽ അണ്ടർലൈനിങ് ദ വേർഡ്, സംഘടനാപരമായോ രാഷ്ട്രീയപരമായോ നിയമപരമായോ ഒരാളെയും ഞങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നില്ല. അങ്ങനെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിയമത്തിന്റെ മുമ്പിലേക്ക് വരട്ടെ. നേരത്തെ വസീഫ് പറഞ്ഞല്ലോ, എന്താണ് ആരെങ്കിലും എവിടെ എന്തെങ്കിലും FIR എഴുതി വെച്ചാൽ അതനുസരിച്ച് ഒരു ചർച്ചയിൽ പറയാമോ എന്നാണ് ചോദിച്ചത്. ആരെങ്കിലും അല്ല വസീഫെ, ഈ സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ്, ആ പോലീസ് എഴുതി വെച്ച FIR-നെ പറ്റിയാണ് നേരത്തെ പറഞ്ഞത്. ഇനി അതേ പോലീസ് ആണെന്നേ ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആരോപണം ശരിയാണെങ്കിൽ KSU ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് കണ്ടുപിടിക്കേണ്ട ആരാ? നിങ്ങളുടെ പോലീസല്ലേ, കണ്ടുപിടിക്കട്ടെന്നേ. ഈ സർവകക്ഷി യോഗത്തിന് മുമ്പ് ഈ തെറ്റ് ചെയ്തവരാണ് ആരാണെന്നും കാഫിർ അടക്കമുള്ള പ്രയോഗങ്ങളിലേക്ക് ഉള്ള സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കിയത് ആരാണെന്ന് കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ പോലീസ് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് നടപ്പിലാക്കട്ടെ. ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ വർഗീയവും വിഷലിപ്തവുമായിട്ടുള്ള പ്രചാരണം നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആരാണ് തെറ്റിയതെന്ന് കേരള പൊതുമനസാക്ഷിയോട് പറയാനുള്ള ഉത്തരവാദിത്തം കേരളത്തിലെ പോലീസിനല്ലേ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, നമ്മൾ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ആരാണ് കാഫിർ എന്ന് പറയുന്ന പ്രയോഗം നടത്തിയത്? ആ പ്രയോഗം നടത്തിയതായി ആദ്യഘട്ടത്തിൽ പുറത്തു വന്നയാൾ തന്നെ എൻ്റെ മുന്നിൽ, ചാനലിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഞാൻ തെറ്റുകാരനാണെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ, ഈ പോലീസ് അല്ലെ അറസ്റ്റ് ചെയ്യൂ എന്ന് ആവശ്യപ്പെട്ടിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. പോലീസിന് അപ്പോൾ ബോധ്യമുണ്ട് ഇത് വ്യാജമായ കാർഡാണെന്ന്. ആ വ്യാജമായ കാർഡിന്റെ പേരിൽ എന്തിനാണ് ഷാഫി പറമ്പിനെ ക്രൂശിക്കുന്നതെന്നാണ് ആവർത്തിച്ച് വസന്ത് തിങ്ങുംപള്ളി ചോദിക്കുന്നത്. അതുകൊണ്ട് സർവകക്ഷി യോഗത്തിലേക്ക് വരുമ്പോൾ ഇതുവരെയുള്ള എല്ലാ അധ്യായവും നമ്മൾ മറക്കാം എന്നതായിരിക്കുമോ CPM-ന്റെയും നിലപാട്? ഡോക്ടർ അരുൺ, ഇപ്പോ ഈ എന്റെ കൂടെ ഇരിക്കുന്ന ഈ യൂത്ത് കോൺഗ്രസിന്റെയോ അല്ലെ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു ഇവര് നടപടിയെടുക്കുമെന്ന്. എന്തിനാ ഇങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യം? ഞാൻ പറഞ്ഞ ശോഭിൻ തോമസിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ കൈകളിലില്ലേ? എത്ര വൃത്തികെട്ട രീതിയിൽ അത് എഴുതിയത്. ഇവർ പ്രൊമോട്ട് ചെയ്ത് യൂത്ത് കോൺഗ്രസിന്റെ മറ്റേ ജില്ലാ സെക്രട്ടറി ആക്കുക ശോഭിൻ തോമസ്. ഒരു എബിൻ കൊടങ്കര, അരുൺ അറിയാലോ, കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ട രീതിയിൽ നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ പ്രവർത്തകരുടെ വീട്ടിലുള്ളവരെ എല്ലാം ആക്ഷേപിച്ച ഒരുത്തനായിരുന്നു എബിൻ കൊടങ്കര, കോട്ടയം കുഞ്ഞച്ചൻ എന്നുള്ള പേരിൽ. അന്ന് അയാള് യൂത്ത് കോൺഗ്രസിന്റെ എന്തോ ഒരു പ്രാദേശിക ഭാരവാഹിയാ. ഇന്ന് ആരാന്നറിയോ? ഇന്ന് കോട്ടയത്തെ ജില്ലാ സെക്രട്ടറി മറ്റോ ആണ് പോലും. ഈ കോട്ടയം കുഞ്ഞച്ചൻ KSUവിന്റെ ജില്ലാ സെക്രട്ടറി ആയി പ്രൊമോഷൻ കൊടുത്തു. അന്ന് തന്നെ സരിൻ എന്ന് പറയുന്ന ഇവരുടെ നേരത്തെ ഇപ്പൊ BJP-യിൽ പോയ ആന്റണിയുടെ മകൻ ഇരിക്കുന്ന സ്ഥാനത്ത് ഇരിക്കുന്ന സരിൻ അദ്ദേഹത്തെ സ്വീകരിച്ച് പ്രഖ്യാപനം നടത്തി, ഞങ്ങൾ സംരക്ഷിക്കുമെന്ന്. ഇതൊക്കെ പകൽ പോലെ തെളിഞ്ഞതാ. ഇതിന് ഇനി പോലീസും കോടതിന്റെ ആവശ്യമുണ്ടോ? ഇവരുടെ തന്നെ ഔദ്യോഗിക പേജുകളിൽ പുറത്തു വന്ന സ്ക്രീൻഷോട്ടുകളല്ലേ നമ്മൾ കാണിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വസന്ത്. വസീഫ് തിരിച്ചു ചോദിക്കുന്നു, അതായത് വടകര വിഷയത്തിൽ അശ്ലീല പ്രയോഗം നടത്തിയവർ, ആ അശ്ലീല പ്രയോഗം നടത്തി അതിന്റെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിച്ചവർ, കമന്റ്സ് ഇട്ടവർ, ഇവർക്കൊക്കെ പേരിൽ എന്തെങ്കിലും നടപടി എടുത്തോ വസന്തേ? അല്ലെന്നേ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ അതിനെന്തിനാണ് പോലീസ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയല്ലെന്ന് ചോദിക്കുന്നത്. പോലീസല്ല, നിങ്ങൾ പാർട്ടി നടപടി എടുത്തോ?
വേറെ എന്തെങ്കിലും പറയുന്നത്? ഒരു ഗൗരവമില്ല ഒരു വിഷയം ഉന്നയിക്കുമ്പോ. പാർട്ടി നടപടിയെടുത്തോ? പരസ്യമായി തള്ളിപ്പറഞ്ഞോ? ഹരീഷ് നന്ദനം എന്ന് പറയുന്ന നിങ്ങളുടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചൊരു സ്ഥാനാർത്ഥി ഇത്തരത്തിലൊരു ദൃശ്യം പങ്കുവെക്കുമ്പോൾ അയാൾക്കെതിരെ നടപടിയെടുത്തോ? ഇതൊന്നും നടപടിയെടുക്കാതെ സർവകക്ഷി യോഗത്തിലേക്ക് എങ്ങനെ കോൺഗ്രസിന് തലയുയർത്തി പിടിച്ച് വരാൻ കഴിയും? അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളുടെ കാര്യമില്ലായിരുന്നു പറയുന്നത്. അരിവാൾ ചുറ്റിക ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച് KSEB മന്ത്രിയായ MM മണിക്കെതിരെ നടപടിയെടുത്തോ? ഏത് വിഷയത്തിൽ? പ്രാദേശിക തലത്തിലേക്ക് തരം താഴ്ത്തിയോ? എന്തിനാണെന്ന് ഒരു ഗൗരവമില്ലാത്ത ഇയാൾ എവിടുന്നാ വരുന്നത്? എന്തേലും മാത്രമാണ് വിളിച്ചു പറഞ്ഞിട്ട്. ഞാൻ തിരിച്ചു വരാം. എനിക്കൊരു ചെറിയ വസീഫ്, മാപ്പ് പറയലിൽ തീരില്ല എന്ന CPM ജില്ലാ സെക്രട്ടറി P മോഹനന്റെ പ്രസ്താവന അക്രമത്തിനുള്ള ആഹ്വാനമാണ് എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പുറത്തിറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ 1-ാം പ്രതി CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. തെങ്ങിൻ പൂക്കുല പോലെ TP ചന്ദ്രശേഖരന്റെ തലച്ചോറ് ചിതറിക്കുമെന്ന് പറയുകയും പിന്നീട് ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്ത പാർട്ടിയാണ് CPM. അതേ മാതൃകയിൽ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ CPM ഇനിയും ശ്രമിക്കേണ്ട എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ CPM-നെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ് UDF. ബോംബേറ് എന്ന UDF-ന്റെ ഭാഷയിൽ, പടക്കമേറ് എന്ന പോലീസിന്റെ ഭാഷയിൽ. എന്താണ് മറുപടി? ഇതിലെ ഡോക്ടർ അരുൺ, ഒരു ലീന എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയെ, ഇവരുടെ കൂട്ടുകാരിയെ, ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കൂട്ടുകാരിയെ നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. തിരുവനന്തപുരത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഇവരുടെ വീടിന് ഒരു അക്രമം ഉണ്ടായി എന്ന് പറഞ്ഞ് വലിയ പ്രചരണം, അന്നത്തെ പ്രതിപക്ഷ നേതാവ് വീട് സന്ദർശിച്ചു, വലിയ വാർത്തയൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ഒരു ശെൽവരാജ് CPM പുറത്താക്കി, പിന്നീട് കോൺഗ്രസ് ഏറ്റെടുത്തു. ഈ പറയുന്ന കോൺഗ്രസിന്റെ ഗൂഢസംഘത്തിന്റെ കൂടെ ട്രെയിനിങ് ഒക്കെ കിട്ടി. അദ്ദേഹത്തിന്റെ വീടിനും എന്തോ അക്രമം ഉണ്ടായി, ഭയങ്കര തീ കൊളുത്തി അവിടെ വലിയ അക്രമം ഉണ്ടായി എന്ന് പറഞ്ഞ പ്രചരണം ഉണ്ടായി. ഈ 2 കേസുകളും ഇതുപോലെ ഒരുപാട് കേസുകളുണ്ട്. ഞാൻ ഇനിയും അത് വേണമെങ്കിൽ സമയം തരികയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിലൊക്കെ പ്രതികളാരാ? ലീനയുടെ കേസിൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പോലീസ് ഒരു പ്രതിയെ പിടിച്ചു. പ്രതിയുടെ പേര് നിഖിൽ കൃഷ്ണ എന്നായിരുന്നു. ആരാ ഈ നിഖിൽ കൃഷ്ണ? ഈ ലീനയുടെ മകനാ. ഇതാ ഇവരുടെ സ്ഥിതി. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, VD സതീശൻ ഉൾപ്പെടുന്ന ഈ കോൺഗ്രസിന്റെ ഇന്നത്തെ ചില നേതൃത്വത്തിന്റെ താല്പര്യവും അവരുടെ ആഗ്രഹവുമായിരുന്നു അവിടെ ഒരു പടക്കം പൊട്ടണം എന്നുള്ളത്. അവർക്കൊന്ന് പുറത്തിറങ്ങാൻ, അവർക്ക് ഈ കേരളത്തിനകത്ത് ഒരു പുകമറകൾ സൃഷ്ടിക്കാൻ, അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു അവരുണ്ടായിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസ് മറിച്ചൊരു എത്തുകയാണെങ്കിൽ ഹരിഹരന്റെ പ്രസംഗത്തോടുകൂടി മുഖം നഷ്ടപ്പെട്ടു പോയ UDF-ന്റെ നേതാക്കൾക്ക് പുറത്തിറങ്ങാൻ ഇപ്രകാരം ഒരു പടക്കമേറിന്റെ അഥവാ ബോംബേറിന്റെ പുകമറ വേണമായിരുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ അരുണേ, ഞാൻ അതാണ് വളരെ കൃത്യമായി പറഞ്ഞത്. നോക്കൂ, വടകര എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ ക്യാമ്പയിനിങ് നടന്ന ഒരു മണ്ഡലമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പാർലമെന്റ് മണ്ഡലം. ആ പാർലമെന്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മണ്ഡലത്തിലെ പോലീസ് സംവിധാനം എവിടെയാണെന്നേ? അവർ മാങ്ങ പറിക്കാൻ പോയോ? അവരാണല്ലോ ഇതിൽ ഉത്തരം പറയേണ്ടത്. അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ഒരു വാർത്താ സമ്മേളനം നടത്തണ്ടേ? ഇത്തരത്തിലൊരു വിഷയം അത് വലിയ വൈകാരികമായ പ്രശ്നങ്ങളിലൂടെ ഒരു രാഷ്ട്രീയ കലാപത്തിലേക്ക്. ഇത് നടന്നത് വടകരയല്ല കേട്ടോ, അറിയാനില്ല. ചിലപ്പോ ഇദ്ദേഹത്തിന് അറിയാം. തേഞ്ഞിപ്പലത്താണ് വസന്തേ. ഇദ്ദേഹം കോട്ടയത്തുകാരനായതുകൊണ്ട്. അല്ല, അങ്ങ് മലപ്പുറംകാരനായതുകൊണ്ടായിരിക്കും അങ്ങേക്ക് പ്രശ്നം കേട്ടോ. മലപ്പുറംകാരനല്ല, തേഞ്ഞിപ്പലം. ഒന്നും അറിയാതെ എന്തെങ്കിലും വിളിച്ചു പറയല്ലേ? അല്ല വസന്ത, ഇത് തേഞ്ഞിപ്പലത്താണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വടകര SP അതിന് ബന്ധമില്ല. പക്ഷെ പ്രശ്നമല്ല വസന്ത, അങ്ങ് പറയൂ. നോക്കൂ, ഇങ്ങനെ ഒരു ബോംബേര് നടന്നാൽ അതിന്റെ ആനുകൂല്യം കിട്ടുന്നത് തീർച്ചയായും UDF-നാണ് എന്നാണ് വസീഫിന്റെ വാദം. അങ്ങനെയാണെങ്കിൽ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത് ആ സമയത്ത് ആർക്കാണ് പൊളിറ്റിക്കലി അതിന്റെ മൈലേജ് കിട്ടുക? എന്ന് വെച്ച് TP-യെ ആക്രമിച്ചത്, ഇല്ലാതാക്കിയത്, ആ 51 വെട്ടി 4 മണിക്കൂറോളം ആ മനുഷ്യന്റെ ഒരു രൂപം ഉണ്ടാക്കി കൊടുക്കാനുള്ള ശസ്ത്രക്രിയയിലേക്ക് UDF ആണ്. അല്ലല്ല, നമുക്ക് കൊന്നതിന്റെ ചരിത്രമോ കൊന്നതിന്റെ കണക്കോ എടുക്കാനല്ല. എന്റെ ചോദ്യം വളരെ ലളിതമായിരുന്നു. ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതനുസരിച്ച് CPM ആണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ ഒരു സർവകക്ഷി യോഗം ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സാധ്യമാവുക വസന്തേ? അല്ലെന്നേ, സംശയമില്ലല്ലോ. CPM ഏറ്റു പറഞ്ഞാൽ മതി. അവർ ചെയ്ത തെറ്റുകൾ എന്റെ പിഴ എന്റെ വലിയ പിഴ ഏറ്റു പറഞ്ഞാൽ മതിയെന്നേ. അപ്പൊ ആവർത്തിക്കില്ലെന്ന് പറഞ്ഞാൽ മതി. ഹരിഹരന്റെ പ്രസംഗത്തിന് കൈയടിച്ച ഒരു പിഴ പറയണ്ടേ? അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ. അവിടെയാണല്ലോ അരുൺ വളരെ കൃത്യമല്ലേ. ആരാ പറയേണ്ടത്? ഈ പാർട്ടിയെ ഹരിഹരന്റെ പ്രസംഗത്തിന് കൈയടിച്ചവർ തള്ളിപ്പറഞ്ഞോ? ആ പ്രസംഗം മുഴുവൻ കേട്ടോണ്ടിരുന്ന UDF നേതാക്കൾ ആ ദിവസം ആ ഹരിഹരനെ തിരുത്തിയോ? ഇല്ലല്ലോ.
കേൾക്കൂ ശ്രീ അരുൺകുമാർ, ഈ പാർട്ടിയുടെ ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് PCC അധ്യക്ഷനാണ്. അത് കഴിഞ്ഞാൽ ഉള്ളത് CLP ലീഡറാണ്, അതാണ് VD സതീശൻ. അദ്ദേഹം നേരിട്ട് തള്ളി പറഞ്ഞില്ലേ, UDF നേതൃത്വം മുഴുവൻ തള്ളി പറഞ്ഞില്ലേ. ഈ ഷൈലജ ടീച്ചറിനെതിരെ അശ്ലീല കമന്റ് ഇട്ട നേതാക്കളെ തള്ളി പറഞ്ഞോ CLP ലീഡർ? അല്ലെന്നേ, ഞങ്ങൾ പൂർണ്ണമായും അങ്ങനെയുള്ള എല്ലാ പ്രചരണങ്ങളെയും എതിർക്കുന്നവരാണ് എന്ന് ഷാഫി പറമ്പിൽ തന്നെ നേരിട്ട് പറഞ്ഞില്ലേ. ശ്രീ ഷാഫി പറമ്പിലും ഈ പറയുന്ന CLP ലീഡറും പറഞ്ഞത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ എടുത്തുകൊണ്ടല്ല. അത്തരം വിഷയങ്ങൾ, അത്തരം നാക്കുപിഴകൾ, അത്തരം വാക്കുപിഴകൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് തെറ്റാണ്, അത് വെച്ചു പൊറുപ്പിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അല്ലാതെ ഇവരെ പോലെ രാവിലെ ഒരു വസീഫെ, ഷാഫി പറമ്പിലിനെ ഒസാമ ബിൻ ലാദനുമായിട്ട് താരതമ്യം ചെയ്ത് പോസ്റ്റ് ഇട്ട നേതാവ് നിങ്ങളുടെ നേതാവാണ്. അക്കാര്യത്തിൽ നിങ്ങളുടെ നേതാവ് മാപ്പ് പറയേണ്ടി വരും. അതേ സ്റ്റേജിലാണ് വർഗീയ വിഷയം. അല്ല, ഞാൻ പറയാം അരുണെ ഞാൻ പറഞ്ഞോളാം, അതിനൊരു സംശയം വേണ്ട. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യാജ നേതൃത്വമായി ഇപ്പോ യൂത്ത് കോൺഗ്രസ് വെൽസനാൾ മാപ്പ് പറയോ? രാഹുൽ മാങ്കൂട്ടം, ശശികല ടീച്ചർ എന്ന് പറയുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞു നടക്കുന്ന ശശികല ടീച്ചറോടാണ് കേരളത്തിലെ ഏറ്റവും ബഹുമാനിയായ ആരോഗ്യവകുപ്പ് മന്ത്രി ഉപമിച്ചത്. എന്ത് വൃത്തികെട്ട രീതിയിലാണ് ആക്ഷേപിച്ചത്, നിങ്ങൾ കേട്ടില്ലേ? അത് ഒസാമ ബിൻ ലാദൻ നാട്ടിലെ സാധാരണക്കാര ആളുകള് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ഗൗരവമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് ശശികല ടീച്ചറിനെ ഷൈലജ ടീച്ചറിനെ കണ്ട തിരിച്ചറിയൂലേ? അങ്ങനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് പ്രൊവോക്ക് ചെയ്യുന്നത് എന്തിനാണ്? അല്ല, കേൾക്കൂ, ഇപ്പൊ നേരത്തെ വസീഫ് പറഞ്ഞു, ഞാൻ എന്റെ പോയിന്റ് തുടക്കം തൊട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് വസീഫ്. അല്ല, മാപ്പ് പറഞ്ഞു തുടങ്ങേണ്ടത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടിയല്ലേ എന്നതാണ് ചോദ്യം. എന്റെ വസീഫെ ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇവരുടെ തന്നെ ഈ പറയുന്ന എന്ത് ലീഡറാന്ന് പറഞ്ഞ ആ ലീഡർ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് സമയത്ത് ജോസഫിനെ കുറിച്ച് ഒരു വീഡിയോ വന്നു. ആ വീഡിയോ പ്രചരിപ്പിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോ ഈ ലീഡർ പറഞ്ഞ എന്താണെന്നറിയോ? ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിയാൽ ആരാ പ്രചരിപ്പിക്കാത്തത് എന്ന്. ഞാൻ ആ വീഡിയോ അയച്ചുതരാം. അല്ല, നിങ്ങൾ ഈ വ്യാജൻ എന്ന് പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പോലീസ് കേസ് നിങ്ങൾക്ക് ഏറ്റവും അല്ല, കേസ് അവസാനിച്ചിട്ടില്ല വസന്തേ. ആ കേസ് ഇപ്പോഴും തുടരുന്നുണ്ട്. അതിൽ ഉത്തരവാദിത്തപ്പെട്ട യൂത്ത് കോൺഗ്രസിലെ ഭാരവാഹികൾ പ്രതികളുമാണ്. ഞങ്ങൾക്കതിന് തെളിവുകളുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമല്ല, ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യമാണ്, പ്രതി ചേർക്കപ്പെട്ടവരുടെ കാര്യമാണ് പറഞ്ഞത് വസന്ത് തെങ്ങുംപള്ളി. എന്തായാലും വസന്ത്, എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ കോൺഗ്രസ് എന്തായാലും സർവകക്ഷി യോഗത്തിന് തയ്യാറായിരിക്കുമല്ലോ അല്ലേ? ലീഗ് തയ്യാറാണ്, CPM തയ്യാറാണ്, കോൺഗ്രസും സർവകക്ഷി യോഗത്തിന് തയ്യാറാകുമല്ലോ. അങ്ങനെ തയ്യാറായി ആ വേദിയിലേക്ക് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാപ്പ് പറയാതെയും ഒപ്പം നിങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് മാപ്പ് പറയാതെയും ചിലർക്കെങ്കിലും എങ്ങനെയാണ് സർവകക്ഷി യോഗത്തിൽ പോകാൻ കഴിയുക എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. തിരിച്ചതേപോലെ വസീഫെ, എനിക്ക് നമ്മുടെ ചെറിയ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതുകൊണ്ടാണ് തിരിച്ച് വസീഫെ, ഇതിപ്പോൾ മാപ്പ് പറഞ്ഞാൽ പോരാ എന്ന് P. മോഹനൻ പറയുന്നത് ഒരു അക്രമത്തിന്റെ ആഹ്വാനമായിട്ട് എടുക്കണോ? എന്ത് അക്രമമാരുണേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അക്രമത്തിനും ഈ വടകരയിൽ ആരും നേതൃത്വം കൊടുക്കരുത് എന്നുള്ള നിലപാടാണുള്ളത്. ഇവിടെ സമാധാനത്തോടു കൂടി നാടിനകത്ത് ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെരഞ്ഞെടുപ്പ് എങ്ങനെങ്കിലും ജയിക്കണം. അതാ ഞാൻ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചത്. സ്വന്തം സംഘടനാ തെരഞ്ഞെടുപ്പിൽ പോലും പരസ്പരം മുണ്ടുപറിച്ച് ആളെ കൊന്ന് മുന്നോട്ട് പോകുന്നവരാ ഇവര്. മധുവിനെയും ലാജിയെയും നമുക്ക് ഓർമ്മയുണ്ട്, അനീഫയെ ഓർമ്മയുണ്ട്. ഗ്രൂപ്പിന്റെ പേരിൽ തല്ലി കൊന്നവരാ ഇവര്. അങ്ങനെയുള്ള ഇവര് എന്തും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടി. എന്റെ ഒരു ചോദ്യം, ഈ P. മോഹനൻ പറഞ്ഞ മാപ്പ് കൊണ്ടൊന്നും തീരില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് വസീഫ്? അല്ല, അത് ഇവര് ഈ നാടിനകത്തുണ്ടാക്കിയ ഒരുപാട് ശരി, വിശാലമായ അർത്ഥത്തിലാണ്. ആ മുറിവ് ഈ ഒരു മാപ്പ് കൊണ്ട് തീരില്ല എന്നുള്ളതാണ് താങ്കൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു വസീഫ്. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുന്നു. ചർച്ചയിൽ പങ്കുചേർന്നതിന് വസന്ത് തെങ്ങുംപള്ളി. വടകര പോലൊരു പ്രദേശത്ത് ഏതെങ്കിലും തരത്തിൽ വർഗീയ വിഷം തീണ്ടിയിട്ടുണ്ടെങ്കിൽ ആ വിഷം ഒഴിപ്പിച്ചേ മതിയാവൂ. അതിന് സർവകക്ഷി യോഗമാണ് ഉത്തമമെങ്കിൽ തീർച്ചയായും സർവകക്ഷി യോഗത്തിൽ ഇതുവരെയുള്ള അധ്യായങ്ങൾ പൂർണ്ണമായും മായ്ച്ചു കളഞ്ഞ് പാർട്ടികൾ എത്തിച്ചേരേണ്ടതുണ്ട്. ആ നാടിനെ, ആ നാട്ടിലെ മനുഷ്യരെ നമുക്ക് മറ്റൊരു കലാപത്തിയിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ കഴിയില്ല. Debate with Arun Kumar.